ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ബ്ലോഗ്സ്. ഇന്ന് നമുക്കൊരു സോഡ സർബത്ത് ഉണ്ടാക്കിയാലോ? ഇതിന് എനിക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറി കൂടി ഉണ്ട് കേട്ടോ. പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പാലക്കാട് പോകുമായിരുന്നു. അവിടെ എത്തിയതും എനിക്ക് വെള്ളദാഹം വരും. എന്താണെന്നറിയോ? ഈ സോഡ സർബത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളദാഹമായിരുന്നു അത്. ഒരു ഗ്ലാസ് വാങ്ങിച്ചു തന്നാൽ ഞാൻ ഓക്കെ, ഹാപ്പിയായി. അങ്ങനെ ഒരു പഴയൊരു ഓർമ്മകൾ വളരെ ഈസി ആയിട്ടാണ് കേട്ടോ. കുറച്ച് നന്നാരി സർബത്ത് എടുത്തിട്ടുണ്ട്. 2-3 സ്പൂൺ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്തതാണ് കേട്ടോ ഈ നന്നാരി. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മുറി ലെമൺ, ഒരു ലെമൺ ഉണ്ടെങ്കിൽ 2 ഗ്ലാസ് സർബത്ത് ഉണ്ടാക്കാം. രണ്ടിലും ഓരോ പീസ് കട്ട് ചെയ്തത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ ലെമണെല്ലാം നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നന്നാരി സർബത്തും ലെമണും കൂടിയിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷുഗർ സിറപ്പ് കൂടി മിക്സഡാണ് നന്നാരി സർബത്തിൽ വരുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഒരു മെയിൻ ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ചൂട് സമയത്ത് വല്ലപ്പോഴൊക്കെ ഒരു ഗ്ലാസ്സൊക്കെ ആവാം. ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. ഈ ചൂട്ടത്ത് എന്താ പറയുക അല്ലേ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാമെന്നൊക്കെ പറയും, എങ്കിലും വല്ലപ്പോഴൊക്കെ കുടിക്കാം. അങ്ങനെ ലെമണും നന്നാരിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതാണ് സോഡ. ഒരു ബോട്ടിൽ സോഡ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോഡ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സോഡ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റൊക്കെയാണ്, പക്ഷേ ഹെൽത്തി ആണെന്നും പറയുന്നില്ല, എങ്കിലും കുടിക്കാം. നന്നാരി സർബത്ത്, ലെമൺ സിറപ്പ്, സോഡയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റായ സോഡ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോഡ ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് ഗ്ലാസ് നിറഞ്ഞ് കവിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ സ്ലോയിൽ ഒഴിച്ചാൽ മതി. ഹലോ കൂട്ടുകാരെ, SSLC എക്സാമിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ? SSLC എക്സാം എഴുതിയ കുട്ടികളുടെ അമ്മമാരോടായിട്ട് പ്രത്യേകം പറയണേ. എന്തായാലും നല്ല മാർക്ക് കിട്ടിയ കുട്ടിയെ അഭിനന്ദിക്കാം. മാർക്ക് കുറഞ്ഞ കുട്ടിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തി ആ കുട്ടിയെ ഒറ്റപ്പെടുത്തരുത് ഒരിക്കലും. പിന്നെ ഫുൾ A+ കിട്ടാത്തതിൻ്റെ പേരിൽ ആ കുട്ടിയെ ചീത്ത പറയരുത്. അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്ത് ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഫുൾ A+ ഒന്നും അല്ലെന്നേ, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഫുൾ A+ കിട്ടുന്നതിനേക്കാൾ ഒരു പക്ഷേ നല്ല പല കഴിവുകളും ആ കുട്ടിക്ക് ഉണ്ടാവാം. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആര്യലൈസ് വ്ളോഗ്സിൽ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനിടുന്ന വീഡിയോസ് കുക്കിംഗ് വീഡിയോ, യോഗ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ രീതിയിലുള്ള യോഗ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആര്യലൈസ് വ്ളോഗ്സ് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ. ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മോട്ടിവേഷണൽ വീഡിയോസ്, അതുപോലെ തന്നെ ഡിവോഷണൽ സ്റ്റോറീസ്, രാമായണം, അയ്യപ്പ സ്റ്റോറീസ്, ദശാവതാര കഥകൾ, അങ്ങനെയുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ. നല്ല വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.